ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്, പിന്നെ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ വിഷമമായിരിക്കും. റേഷൻ കാർഡൊക്കെ പോയാൽ തന്നെ നമുക്ക് റേഷൻ കടയിൽ പോകണമെങ്കിൽ തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് റേഷൻ കാർഡ് സൂക്ഷിച്ചു വെച്ചാലോ, അതല്ലേ എളുപ്പം. അപ്പോൾ നമുക്ക് ആ ഒരു എളുപ്പ വഴിയിലേക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് മൈ റേഷൻ കാർഡ് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, മൈ റേഷൻ കാർഡ് എന്ന ആപ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് കാർഡ്, നമ്മുടെ കാർഡിന് 4 കളറുള്ള ഒരു പ്രൊഫൈൽ പിക്ചറുള്ള എൻ്റെ റേഷൻ കാർഡ് എന്നൊരു ആപ്പ് നമുക്കിവിടെ വിൻഡോ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാനത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡൗൺലോഡ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു യെല്ലോ ടാബും കാണാം, റെഡ് ടാബും കാണാം. അതിൻ്റെ അകത്ത് നമ്മുടെ യെല്ലോ ടാബാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. റേഷൻ കാർഡ് എന്ന യെല്ലോ ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ എൻ്റെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് ടാബ്, അതിൻ്റെ താഴെയുള്ള വ്യൂ മൈ കാർഡ് എന്ന റെഡ് ടാബ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജ് വരും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്. ഒരു OTP നമ്പർ, 1 ടൈം പാസ്വേഡ് OTP നമ്പർ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ നമ്പർ ഇവിടോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന ബട്ടൺ ഇവിടെ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏത് വിഭാഗമാണ് നമ്മുടെ റേഷൻ കാർഡിലുള്ളത് പോലെ തന്നെയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ വിവരങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി റേഷൻ കാർഡ് കളഞ്ഞു പോയാലും വിഷമിക്കേണ്ട, നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയറും ചെയ്യേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.